അപ്പൊ നല്ല മഷ്റൂം കിട്ടിയിട്ടുണ്ട്. കുമിള് നമുക്കൊരു പെരട്ടും വെക്കാം, ഒരു വിഴുക്ക് വരട്ടിയും ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ മഷ്റൂം എടുക്കുക, നടുക്ക് വെച്ച് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ഒരു കുമിളെടുത്ത് രണ്ടായിട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, എണ്ണ ചൂടായി വരുമ്പോ അതിനകത്തോട്ട് ശകലം ഉലുവ ഇടുക. ഓക്കെ, അപ്പൊ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഉലുവ പൊട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി, അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ചേർക്കുക. ഓക്കെ, ഉപ്പ് ചേർക്കുക. ഓക്കെ, മുളക് പൊടി, അടുക്കളയിൽ എപ്പോഴും മല്ലിപ്പൊടി ശകലം മതി, മഞ്ഞപ്പൊടി. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, ആ മസാലയൊക്കെ ഒന്ന് മണം മാറി വെന്ത് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഓക്കെ, യോഗാസനം അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് നല്ല പേസ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, ഇത് നല്ലോണം വെന്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുമ്പിള് ചേർത്ത് കൊടുക്കും. ഓക്കെ, വലിയ ബലം കൊടുക്കാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളാവും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കുരുമുളക്, നല്ല കുരുമുളകല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇതൊരു അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുക, ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു മഷ്റൂം വിഴുക്ക് പെരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക, വലുതായിട്ട് അങ്ങ് ചെറുതാക്കണ്ട. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ കടുകെല്ലാം പൊട്ടുമ്പോൾ കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും പച്ചമുളകുമാണ് ചേർക്കേണ്ടത്. പക്ഷെ അത് രണ്ടും എൻ്റെ ഇല്ല, അതുകൊണ്ട് മഞ്ഞപ്പൊടി പിന്നെ രസത്തിന് ചേർത്തതേ ഉള്ളൂ. പിന്നെ പച്ചമുളകിന് പകരം കുറച്ച് കുരുമുളക്. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്ത മസാല മണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് മതി, നമ്മുടെ വിഴുക്ക് റെഡിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ട പിന്നെ ബ്രെഡ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇതാണ് നമ്മളുണ്ടാക്കിയ നമ്മുടെ മഷ്റൂം. അതുപോലെ ഇതാണ് നമ്മളുണ്ടാക്കിയ നമ്മുടെ മഷ്റൂം വിഴുക്ക്. ഓക്കെ, ചോറും കൂടെ കൂട്ടി ഒരടി അടിക്കും. അതിൻ്റെ കൂടെ ശകലം ഉമ്മ എടുത്തുവിട്ട് മാങ്ങാച്ചാർ. ഓക്കെ, അപ്പോൾ വിഴുക്ക്, പെരട്ട്, മാങ്ങാച്ചാർ, ഇനി ഒരു പിടി പിടിക്കാം. ഓക്കെ.